പറയാൻ വിട്ടുപോയ ഒരുപാട് പേരുകളുണ്ട്, കൊടുക്കാൻ വിട്ടുപോയ ഒരുപാട് ചിത്രങ്ങളുണ്ടെന്നറിയാം. എന്നാൽ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, ഇത് ചെറിയൊരു തട്ടിപ്പല്ല. മലയാളി വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കർണാടക പോലീസിന് കൂട്ടുപിടിച്ച് നടക്കുന്ന, മലയാളികൾ നടത്തുന്ന വലിയൊരു തട്ടിപ്പ്. ബാംഗ്ലൂർ മലയാളികൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്ന തട്ടിപ്പല്ല ഈ വേജലഹരി കേസ്. ബാംഗ്ലൂർ RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഈ 3 കോളേജിന്റെ ഇടയിലായിട്ട് AGB ലേഔട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ AGB ലേഔട്ട് വാഴുന്നത് കുറച്ച് മലയാളികളും കുറച്ച് ലോക്കൽസ് എല്ലാം കൂടിയിട്ടാണ്. ഈ 3 കോളേജിലെയും സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട്, മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബൾക്കിന് MDMA പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ ഇറക്കി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് സംഖ്യ എന്നറിയപ്പെടുന്ന അർജുൻ. എന്നാൽ സംഖ്യ ഒറ്റയ്ക്കല്ല ഈ MDMA കച്ചവടം നടത്തുന്നത്. സംഖ്യയുടെ കൂടെ അനുഭവം എന്ന് പറയുന്ന വേറൊരുത്തനുമുണ്ട്. അർജുൻ, സംഖ്യയും അനുഭവവും ബൾക്കിന് MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ ഇറക്കിയിട്ട് അത് സൂക്ഷിക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ലീന മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ റൂമിലാണ്. പിന്നീട് അർജുൻ, സംഖ്യയുടെയും അനുഭവിന്റെ അടുത്തുനിന്ന് ലഹരി വസ്തുക്കൾ വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ റൂമും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അർജുൻ പിള്ളയും കൂട്ടുകാരെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ബാംഗ്ലൂർ പഠിക്കാൻ പോയ തന്റെ മകനോ മകളോ ഒരു ലഹരി കേസിൽ പെട്ടു എന്ന് പറഞ്ഞ മാതാപിതാക്കള് ഇവര് ചോദിക്കുന്ന ക്യാഷ് എടുത്തു കൊടുക്കുകയാണ്. ഞങ്ങളെ അക്കൗണ്ടിൽ നിന്ന് പൈസ നേരിട്ട് അവരെ അക്കൗണ്ടിലേക്കല്ല പോയത്, മോന്റെ അക്കൗണ്ടിൽ അയച്ചിട്ട് അവന് ATM ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിച്ച് അതിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കുക അവർ ചെയ്തത്. ATM വഴി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് തെളിവ് നമ്മൾ കൊടുക്കുക? ഇതൊരു വലിയ അവസരമായിട്ട് കണ്ടുകൊണ്ട് അർജുൻ പിള്ളയും കൂട്ടുകാരും വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ തട്ടിപ്പാണത്. ഇതിനെതിരെ ഇനിയും പ്രതികരിക്കാതിരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം ഉണ്ടായിരിക്കുന്നോ അത്രത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം ഇനിയും നശിച്ചുകൊണ്ടേയിരിക്കും. ദയവായിട്ട് പ്രതികരിക്കുക. ഇവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം.